ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പീസ് കുക്ക് ബുക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ആപ്പിൾ ഏത്തപ്പഴം പുളിശ്ശേരി. എങ്ങനെയാണ് അപ്പോൾ ഈ ഒരു പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു ഏത്തപ്പഴം അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കിതിനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ മുഴുവൻ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 2 പച്ചമുളക് ഇതുപോലെ മുറിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരയാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആപ്പിളും ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം നന്നായിട്ട് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ അരപ്പ് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം. അതിലുള്ള നാളികേരമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. അതിന് ശേഷമാണ് ഇനി നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മധുരം കൂടെ അതിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് തൈര് മുഴുവനായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ നാളികേരം മെഷർ ചെയ്ത അതേ ഗ്ലാസ്സിലാണ് തൈര് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ തൈര് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെ അതധികം നേരം തിളപ്പിക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കടുക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് 2-3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഒരു കളർ കിട്ടുന്നതിന് വേണ്ടി 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്പിൾ ഏത്തപ്പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പുളിശ്ശേരിയാണിത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ ഓണത്തിന് ഏത്തപ്പഴമൊക്കെ വാങ്ങുമ്പോൾ ഏത്തപ്പഴം വെച്ചുകൊണ്ട് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കാം. ഏത്തപ്പഴം വെച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങളിത് തയ്യാറാക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പഞ്ചസാര നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ആപ്പിൾ ഏത്തപ്പഴം പുളിശ്ശേരി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഫാമിലി ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഇപ്പോൾ ഇന്നും നമ്മൾ നമ്മുടെ ചാനലിൽ ഓണം റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. അവിടെ നമ്മൾ ഓണം റെസിപ്പീസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി എനേബിൾ ചെയ്തിടുക. അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്ത ഓണം റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.